ഇതാ മക്കളെ നോക്ക്, ഈ കാണുന്നതാണ് ഞാൻ പഠിച്ച കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമായിട്ടുള്ള കോളേജാണ് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. ഈ കോളേജിൻ്റെ ഉള്ളിൽ എന്താണ്, ഇതിൻ്റെ ക്യാമ്പസിലുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് നമ്മുടെ കോളേജ് അടിപൊളിയായിട്ട് കാണാം. ചുറ്റി നടന്ന് കോളേജിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും ഇന്ന് കാണിച്ചു തരാൻ നമുക്ക് പോയിക്കാം. സോ ഇതാണ് മക്കളെ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നല്ല പേടിച്ചരണ്ട് എന്തൊക്കെയായിരിക്കും ഇവിടെ സംഭവിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ആകാംക്ഷയോട് കൂടി ഭയങ്കര കൗതുകത്തോട് കൂടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ആദ്യം വന്ന് കയറിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോറിഡോറിൽ അവിടെ നിൽക്കുന്നത്. ഇതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ക്ലോക്ക് ടവർ നേരെ ഫ്രണ്ടിൽ കാണുന്ന രീതിയിൽ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള ഒരു ലൊക്കേഷൻ. ഇവിടെ നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ കോറിഡോറിൻ്റെ അങ്ങേ അറ്റത്ത് അവിടെ കാണുന്നതാണ് നമ്മുടെ ഡിസെക്ഷൻ ഹാൾ. നമ്മൾ എപ്പോഴും എല്ലാവരോടും ചോദിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളുണ്ട്, ഡിസെക്ഷൻ പേടിയല്ലേ, എങ്ങനെയാണ് ഈ ശവശരീരങ്ങളൊക്കെ അല്ലേ, ശവശരീരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഒരു ശരിക്കുള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ കത്തി എങ്ങനെ വയ്ക്കുക എന്നൊക്കെ അല്ലേ. സോ ആ ഒരു സംഭവം നടന്ന് ഫസ്റ്റത്തെ ദിവസം ഞാൻ ബോധം കെട്ട് വീണിട്ടുണ്ട്. ബോധം കെട്ട് വീണിട്ടില്ല, പക്ഷെ തല കറങ്ങിയിട്ടുണ്ട്, സത്യം പറയാമല്ലോ. സോ ആ ഒരു സംഭവം നടന്നിട്ടുള്ള അത്രയധികം നൊസ്റ്റാൾജി അടിക്കുന്ന ഒരു സ്ഥലമാണ് ഇതാ ഇവിടെയുള്ളത്. നേരെ ഒന്നാമത്തെ ദിവസം തന്നെ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ ആദ്യത്തെ ദിവസം താഴ്ന്ന് അവിടെ നമ്മുടെ ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷന് ശേഷം നമ്മളെ നേരെ കൊണ്ടുവന്നത് അവിടുത്തെ ലെക്ചർ ഹാളിലേക്കായിരുന്നു. പിന്നെ ഒരു ഗിഫ്റ്റ് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് അന്ന് നമ്മുടെ HOD, അന്നത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് സാറ് കൂട്ടിക്കൊണ്ട് വന്നത്. അന്ന് ഇവിടെ വന്നിട്ട് എന്നെ കാണിച്ചു തന്നത് ഈ ഡിസെക്ഷൻ ഹാളിലായിരുന്നു. നമുക്ക് ആ ഡിസെക്ഷൻ ഹാളിൻ്റെ ജസ്റ്റ് വാതിൽ വരെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതെല്ലാം ക്ലോസ് ആയി കിടക്കുകയാണ്, പക്ഷെ നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ മക്കളെ, ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്ഥലം, ഡിസെക്ഷൻ ഹാൾ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഫോർമാലിൻ്റെ മണമാണ്. നമ്മൾ ഒട്ടനേകം ആളുകൾ അവരുടെ ശരീരങ്ങൾ ഭാവി തലമുറയ്ക്ക് പഠിക്കാനായി വിട്ടു നൽകി അവരോട് പഠിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സെൻറ്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്, ഇറ്റ് ഇസ് എ പ്ലേസ് വെയർ ഡെത്ത് ഡിലൈറ്റ്സ് എ ലിവിങ് എന്ന്. അതായത് മരിച്ച ആളുകൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ ഡിലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ സംസാരിക്കരുത്, ആഘോഷങ്ങൾ പാടില്ല എന്നുള്ള കാര്യം കൃത്യമായി എഴുതി വെച്ചിരിക്കുന്ന വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. സോ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സ്വപ്നമായിരിക്കും ഇവിടെ എത്തുക എന്നുള്ളതൊക്കെ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ എത്താൻ പറ്റും. നമുക്ക് ജസ്റ്റ് ആ വാതിൽ വരെ കാണാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഒരു 10-14 ടേബിളുകളാണുള്ളത്. നമ്മൾ ഇവിടെ ഫസ്റ്റ് ഇയറിൽ വരുന്ന 250 കുട്ടികളെയും 10-14 ഗ്രൂപ്പുകളാക്കി, ഡിഫറെൻറ്റ് ടേബിൾ ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഓരോ ടേബിളിൽ ഓരോ കഡാവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് ബോഡീസ്, ശവശരീരങ്ങളായിരിക്കും ഉണ്ടാവും. അവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ തുടങ്ങുക. ഫസ്റ്റത്തെ ദിവസം ഒരു അറപ്പ് അല്ലെങ്കിൽ ഒരു മടി, ഒരു തലചുറ്റലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആളുകൾ, എന്നെ പോലെയുള്ള ആളുകൾ പിന്നീട് അത് രസിച്ച് പഠിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഉള്ളിൽ
ഉള്ളിലുള്ള ഓരോ വണ്ടേഴ്സ് കണ്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കര അടിപൊളിയായിട്ട് പഠിച്ച നല്ല ഇമാജിനേഷനിൽ നല്ല പവർഫുള്ളായിട്ട് പഠിച്ചു തീർത്ത സബ്ജക്റ്റാണ് അനാട്ടമി. സോ ഡെഫിനറ്റ്ലി നമ്മുടെ കോളേജ് ടൂർ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. സോ ഇതുപോലെയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, 19, 20, 25 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലൊന്നും പോകാനുള്ള നിവൃത്തിയില്ല. പക്ഷേ ഇവിടെ നിന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന സാധനം എന്താ, ഈ താഴെ കാണുന്ന ഗാർഡനാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എത്രത്തോളം ആളുകൾ അടിച്ചു പൊളിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നപ്പോൾ തന്നെ ഏകദേശം 50ഓളം കുട്ടികൾ താഴെ ഗാർഡനിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരുപാട് കിളികളും ഒരുപാട് പൂക്കളും ഒരുപാട് പഴങ്ങളൊക്കെയുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്വപ്നതുല്യമായിട്ടുള്ള സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഡെഫിനറ്റ്ലി എൻ്റെ ജീവിതം അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഒരിക്കലെങ്കിലും പഠിക്കാനായിട്ട് വന്നിട്ടുള്ള എല്ലാവരുടെയും ജീവിതം മാറ്റിമറിച്ചിട്ടുള്ള ഒരുപാട് ജീവിതങ്ങൾ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഗാർഡൻ. സോ ഇവിടുന്ന് ഈ ഗാർഡന് ചുറ്റും കിടക്കുന്ന ഈ ഒരു നാലുകെട്ട് പോലത്തെ സ്ഥലം, നടുമുറ്റം പോലത്തെ ഗാർഡൻ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ തേടുന്ന സ്വർഗ്ഗം ഉള്ളതെന്ന് നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്ന ആദ്യത്തെ വർഷം അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം നമ്മൾ താമസിച്ച ഇടങ്ങളാണ് നേരെ ബാക്കിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MH4 മെൻസ് ഹോസ്റ്റൽ 4 എന്ന് പറയുന്നത്. മെൻസ് ഹോസ്റ്റൽ 4 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 4 മെൻസ് ഹോസ്റ്റലുണ്ട്. 4 അല്ല കേട്ടോ, 6 മെൻസ് ഹോസ്റ്റലുണ്ട്. നമ്മളിവിടെ കാണുന്ന ഞാനിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ നേരെ ബാക്കിലേക്കായിട്ട് 2-3 ഹോസ്റ്റൽസ് ഉണ്ട്. ഞാൻ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഹോസ്റ്റലാണ്. ഞാൻ ശരിക്കും ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ മിനി സ്റ്റേഡിയത്തിലാണ്. ഞങ്ങൾ ഇവിടെ കളികൾ, സ്പോർട്സ് ഇവൻറ്റ്സ് കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരു സ്റ്റേഡിയത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ നേരെ ബാക്കിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ സ്പോർട്സ് ഇവൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമുക്ക് നേരെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ നമ്മുടെ കോളേജിലെ ബാസ്കറ്റ്ബോൾ ടീം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിന് നേരെ ബാക്കിലായിട്ട് വോളിബോൾ ടീം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ടെന്നീസ് അങ്ങനത്തെ എല്ലാ ബോൾ ഐറ്റംസ് നടക്കുന്ന സ്ഥലമാണിത്. ഇനി നമുക്ക് കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ട് നമ്മുടെ സ്റ്റേഡിയം ഉണ്ട്. സ്റ്റേഡിയത്തിലാണ് നമ്മുടെ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് അങ്ങനത്തെ ആളുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ ക്രിക്കറ്റിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്സും അതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട്. ക്രിക്കറ്റ് ടീമിൽ നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നു അവിടെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലം ഞാനിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഹോസ്റ്റൽസിൻ്റെയൊക്കെ സെൻറ്ററായിട്ട് വരുന്നൊരു സ്ഥലമാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുന്നത് നേരെ ബാക്കിൽ അവിടെയായിട്ട് MH1 ഉണ്ട്, മെൻസ് ഹോസ്റ്റൽ 1. നമ്മുടെ ഫൈനൽ ഇയർ കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് സീനിയേഴ്സൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചൊക്കെ പേടിയായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു MH1, MH2 എന്നൊക്കെ പറയുന്നത്. നമ്മുടെ എല്ലാ സീനിയേഴ്സിനും ആവശ്യം സ്ഥലം. ആൻഡ് ഗ്രാജുവലി നമ്മൾ MH4 ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൻ്റെ തുടക്കത്തിൽ നേരെ MH2ലേക്ക് പിന്നെ MH1ലേക്കൊക്കെ നമ്മൾ സ്ഥലം മാറ്റി അവിടെ എത്തി നമുക്ക് സിംഗിൾ റൂമുകളായി. ആൻഡ് ഹോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും നമ്മളെയൊക്കെ വീട് പോലെ അല്ലെങ്കിൽ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള സാധനമായിരിക്കുന്നു. ഒരിക്കലും അല്ല കേട്ടോ. അതിൻ്റെ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ സാധനങ്ങളൊന്നും ലക്ഷൂറിയസ് ഒന്നുമല്ല. അത് കുറച്ച് കാലം മുന്നേ ഉണ്ടാക്കി, അതായത് 50 വർഷങ്ങൾക്കൊക്കെ മുന്നേ ഉണ്ടാക്കിയ സാധനങ്ങളാണെങ്കിലും പക്ഷേ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് മെയിൻ്റനൻസ് കാര്യങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ലൈഫ്, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കൂട്ടുകെട്ടുകൾ, ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകളൊക്കെ വെച്ചിട്ടുള്ള ലൈഫ്, അത് സിംപ്ലി പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്തതാണ്. അത്ര അടിപൊളിയാണ്. നമുക്കിവിടെ കോളേജിലുള്ള ഇവൻറ്റ്സ് ആയാലും പ്രോഗ്രാമുകളാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ ഒരു MBBS ജീവിതം ബോയ്സ് ഹോസ്റ്റലിൽ നിന്ന് ജീവിതം MH4 തുടങ്ങി പിന്നെ MH1 MH2 പോയിട്ട് ഫൈനൽ ഇയർ എക്സാം കഴിയുന്നത് വരെ നമ്മൾ ഈ ഹോസ്റ്റലുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് ശേഷം നമ്മൾ ഹൗസ് സർജൻസ് ക്വാർട്ടേഴ്സിലേക്ക്, ഹോസ്പിറ്റലിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹൗസ് സർജൻസ് ക്വാർട്ടേഴ്സിലേക്ക് മാറായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഇനി നമുക്ക് കുറച്ച് ഇവിടുത്തെ വിഷ്വൽസൊക്കെ കാണാം. നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് അല്ലെങ്കിൽ സിന്തറ്റിക് ട്രാക്കുള്ള സാധനങ്ങൾ, അങ്ങനെ എല്ലാവിധ സ്പോർട്സ് ഇവൻറ്റ്സിലും കാര്യത്തിലൊക്കെ നമുക്ക് ഉഷാറായിട്ടുള്ള ടീമുണ്ട്. അവർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഇടങ്ങളുണ്ട്. ആൻഡ് ഭയങ്കര ഒരു മെമ്മറി നമ്മുടെ കോളേജുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ സ്പോർട്സ് ഇവൻറ്റ്സിലൊക്കെ നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. ഇപ്പോൾ സോണലായാലും ഇൻ്റർ സോണായാലും ഏത് കോമ്പറ്റീഷന് പോയി കഴിഞ്ഞാലും നമ്മളായിരിക്കും ചാമ്പ്യൻസ്. ഡെഫിനറ്റ്ലി നമ്മളായിരിക്കും ചാമ്പ്യൻസ്. അപ്പോൾ ഓരോ ഇവൻറ്റ്സിന് പോയി ഡിഫറൻസ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ, ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ, കോട്ടയം, അവരൊക്കെ ആയിട്ടുള്ള മാച്ചുകളൊക്കെ വരികയും നമ്മളതിലൊക്കെ ജയിച്ച് കപ്പടിച്ച് ഇങ്ങോട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ, അതായത് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ 3-4 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആലോചിച്ചാലും നമുക്ക് രോമാഞ്ചം ഉണ്ടാവുന്ന മൊമെൻറ്റ്സ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയണ്ടല്ലോ, അത്ര അധികം ആവേശത്തിലുള്ള സ്പോർട്സ് ടീമുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഈ ഒരു സ്ഥലം, ഇത് ഭയങ്കര വലിയ മെമ്മറിയാണ് ഈ ഒരു സ്ഥലം. കാരണം ഈവൻ ദോ നമ്മൾ ഈവനിങ്സിൽ കളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞ് വെറുതെ ഇവിടെ വന്നിരുന്ന് കൂട്ടുകാരോട് കൂടി കഥ പറഞ്ഞിരുന്ന സമയങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാനാവാത്തതാണ്. അത്ര അടിപൊളിയാണ്. സോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്താണെന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് പറയാനുള്ള മറുപടി ഇതൊരു ജീവിതമാണ് എന്നാണ്. ഡെഫിനറ്റ്ലി ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളും എല്ലാ തലങ്ങളും കാണുന്ന ഒരു സ്ഥലമായിരിക്കും. ആൻഡ് നമുക്ക് നമ്മുടെ കുറച്ച് നമ്മുടെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ ട്രാക്കിൻ്റെയൊക്കെ വിഷ്വൽസ് കണ്ടിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാം.